ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ നമ്മുടെ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അയ്യപ്പനെയാണ്. അയ്യപ്പൻ കുടിച്ച് കുടിച്ച് ബാറിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് സെർവന്റിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അതെ എടാ ഷിബു, ഒരു ഒരു ഒന്നര താടാ എന്നിങ്ങനെ പറയണം. അതിന് പോക്കറ്റിൽ പൈസ ഇല്ലല്ലോ എന്ന് ഷിബു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എടാ, അയ്യപ്പന് ജീവനുണ്ടെങ്കിൽ നാളെ ഞാൻ എന്താണെങ്കിലും തന്നിരിക്കും എന്ന് പറഞ്ഞു. അത് പറ്റില്ല, അയ്യപ്പൻ എങ്ങാനും തട്ടിപ്പോയാ പിന്നെ എൻ്റെ പോക്കറ്റിലെ പൈസ പോവില്ലേ എന്ന് പറഞ്ഞു ഈ വെയിറ്റർ അയാൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പത്തേനും വേഗം അപ്പുറത്തിരുന്ന കുറേ ശിങ്കിടികളുണ്ടല്ലോ, നമ്മുടെ ജോണിയുടെ കുറേ ശിങ്കിടികളുണ്ട്. അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അവന്റെ ശിങ്കിടീനെ. ചെല്ലടാ എന്ന് പറഞ്ഞു. അതെന്താ ഷിബു, അയ്യപ്പേട്ടൻ സ്ഥിരം കസ്റ്റമറല്ലേ, പിന്നെ നിനക്ക് കൊടുത്താൽ എന്താ, അങ്ങനെയുള്ളവരോട് സ്ഥിരം മര്യാദയൊക്കെ വേണ്ടേ എന്ന് ചോദിച്ചോ. അങ്ങനെ ചോദിക്കും സാറേ. അതെ, പറഞ്ഞു മനസ്സിലാകുക, നാളെ വരുമ്പോ ഇയാള് മറക്കും, പിന്നെ ശമ്പളത്തിൽ നിന്ന് കൊടുക്കേണ്ടി വരും, അതുകൊണ്ടാ സാറേ എന്ന് പറഞ്ഞു. എന്നാലേ ഇന്നത്തെ അയ്യപ്പേട്ടന്റെ ഇനി മുതലുള്ള കുടിക്കുന്നതിന്റെ എന്താണെങ്കിലും ആ പൈസ മുഴുവൻ എന്റെ കയ്യിൽ നിന്ന്. സാർ അങ്ങനെ പറഞ്ഞാ പിന്നെ എന്ന് പറഞ്ഞു. അയ്യപ്പേട്ടൻ ഇരിക്കുക, മോൻ പറഞ്ഞ അയ്യപ്പൻ കേൾക്കും എന്ന് പറഞ്ഞോണ്ട് അവന്റെ കൂടെ അങ്ങ് കൂടി കേട്ടോ അയ്യപ്പൻ. വേഗം തന്നെ അയ്യപ്പേട്ടാ, എന്താ മോനെ പറ, അയ്യപ്പേട്ടനോട് കുറേ നാളായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കാം. നീ പറയടാ. നീ അയ്യപ്പൻ ഈ ലോകം മുഴുവൻ പറയുന്നത് കേൾക്കാൻ കാത് തുറന്നു വെച്ചിരിക്കാം, അയ്യപ്പൻ പറയുന്നത് മാത്രം കേൾക്കാൻ ആരുമില്ല. അതെ, നിന്റെ മകള് ഒട്ടും തയ്യാറല്ല, എന്നാൽ ഇനി മുതല് അയ്യപ്പേട്ടന്റെ മകള് കേൾക്കും, അതിനുള്ള വഴിയായിട്ടാ വന്നത്. അയ്യപ്പേട്ടൻ കഴിക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അയ്യപ്പന് വാങ്ങിച്ചു കൊടുക്ക കേട്ടോ. എന്നാ ഒരു പെഗ്ഗൂടെ എടുക്കടോ എന്ന് പറഞ്ഞു. ആ പിന്നെ ഇനി പറ, എന്താ മോന് പറയാനുള്ളത്, അതോടെ വരട്ടെ അയ്യപ്പേട്ടാ, എന്നിട്ട് പറയാം. അത് എനിക്ക് ഇഷ്ടായിട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഇവന്മാരിങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിനെയാണ്. അപ്പൊ വിക്രം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിലേക്ക് വന്നു. അമ്മേ അമ്മേ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം ആ വേദ എവിടെയുണ്ട്, നന്ദിനി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. എന്താടാ, എന്തിനാ അമ്മയെ വിളിച്ചു പോകുന്നത് എന്ന് ചോദിച്ചു. അമ്മ എവിടെ എടുത്തി, ചേച്ചി വന്ന് വിളിച്ചോണ്ട് പോയി. എങ്ങോട്ട്? കുടുംബശ്രീയുടെ മീറ്റിങ്ങോ എന്തോ അവരുടെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്, പങ്കെടുക്കണമെന്ന് പറഞ്ഞു പോയതാ. അമ്മയും പോയി തുടങ്ങിയോ? പോകുന്നില്ല എന്ന് പറഞ്ഞതാ. ഇവനെ ഇവിടെ നിന്ന് നിർബന്ധിച്ചു വിടാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെയാ എന്ന് ചോദിച്ചു. അപ്പൊ വേദനെ ഉദ്ദേശിച്ചാട്ടോ പറഞ്ഞത്. അപ്പൊ വേദ ഇങ്ങനെ നോക്കി. അപ്പൊ വേദ പതുക്കെ ഒന്ന് എഴുന്നേറ്റിട്ട്, അതെ എന്റെ പൊന്നോ, സർക്കാരിന്റെ പദ്ധതിയല്ലേ നന്ദിനിയടുത്തി, ഒന്നുമില്ലെങ്കിലും വീടിനകത്ത് കിടന്ന് കഷ്ടപ്പാടും ദാരിദ്ര്യവും സഹിച്ചിരുന്ന പെണ്ണുങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അഭിമാനം ഉണ്ടാക്കി കൊടുത്ത പരിപാടിയല്ലേ, അത്ര പരിഹസിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ തൊഴിലുറപ്പിനോട് അമ്മേനെ വിടാം. അത് പിന്നെ അങ്ങനെ വേണ്ടി വന്നാ നമ്മള് 3 പേരില്ലേ, നമ്മള് 3 പെണ്ണുങ്ങൾ കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു. എന്താ, നമ്മുടെ ഭർത്താക്കന്മാരായ ആണുങ്ങൾ എപ്പോഴും അച്ഛൻ പണിയെടുത്ത് കൊണ്ടുവരുന്നത് നോക്കി ഇരിപ്പാണല്ലോ. വാടക്കടി എന്ന് പറഞ്ഞു വിക്രം. ആഹാ, എന്തിനാ വാടക്കുന്നത്? ഞങ്ങൾ കുടുംബശ്രീയെ കുറിച്ച് പെണ്ണുങ്ങൾ സംസാരിക്കുന്നതിൽ ആണുങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഓ, മിണ്ടാതെ നിൽക്കാണ് കേട്ടോ. വീണ്ടും ശ്രീചേട്ടത്തി എവിടെ? ഏട്ടത്തി അമ്മയോടൊപ്പം പുറത്തു പോയി. എന്താ നിനക്ക് വേണ്ടത്? വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ വേണം. ചോറ് തീർന്നു പോയല്ലോ. ആ, ഇന്നലത്തെ ചോറ് ബാക്കിയുണ്ടായിരുന്നു, അത് രാവിലത്തെ ഉപ്പുമാവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാ ഞാൻ അമ്മയോട് പറഞ്ഞത്. അപ്പൊ നീ അടുക്കള ഭരിക്കാനും തുടങ്ങിയോ? അയ്യോ, ഭരണമൊന്നുമല്ല, അതിപ്പോഴും അമ്മയും ഏട്ടത്തിമാരും തന്നെയാ. പിന്നെ ഞാൻ ചെറിയ ചെറിയ ഉപദേശം കൊടുക്കും, ചില മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ എന്ന് പറഞ്ഞു. എന്റെ പൊന്നോ, ഇപ്പൊ ഞാൻ എന്ത് വേണോ ഏട്ടത്തി, പട്ടിണി കിടക്കണോ അതോ തിരിച്ചു പോണോ? ഞാൻ നിനക്ക് ചപ്പാത്തി ചുട്ടു തരട്ടെ, മുരിങ്ങയ്ക്ക കറിയുണ്ട്. ആ, എന്നാ വേഗം ആട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നന്ദിനി വേഗം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയി. അപ്പൊ വിക്രം അവിടെ ഇരിക്കുകയാണ്. വേദയുടെ കയ്യിൽ ഒരു ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിക്രത്തെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം വിക്രവും നോക്കുന്നുണ്ട് കേട്ടോ. വേദന നൈസായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്താടി വേതാളമേ നോക്കുന്നത്? നിങ്ങൾ എന്തിനാ നോക്കുന്നത്? നീയൊക്കെ നേരത്ത് ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയല്ലോ അല്ലേ? ഞാൻ കഴിച്ചിട്ടില്ല. അതെന്തു പറ്റി? വിശപ്പ് തോന്നിയില്ല, അതുകൊണ്ട് കഴിച്ചില്ല. താങ്ക് യു ഫോർ ദ കൺസേൺ. അയ്യോ, കൺസേൺ ഒന്നും അല്ല, ഫ്രീ ആയി കിട്ടുന്ന ഭക്ഷണം അല്ലേ, അതുകൊണ്ട് ചോദിച്ചോന്നേ ഉള്ളൂ. ദേ, എന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് നിങ്ങളാ, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അവകാശമായിട്ട് മാത്രം കണ്ടാൽ മതി, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം ധണ്ട ശ്രീജ, അല്ല നമ്മുടെ നന്ദിനി പോയി ചപ്പാത്തി പരത്തുകയാണ്.
അപ്പോഴാണ് ഒരു കോള് വരുന്നത്. നന്ദിനി പതുക്കെ ആ കോള് എടുത്തോണ്ട് ആളങ്ങോട്ടേക്ക് വിട്ടുപോയി കേട്ടോ. ഭക്ഷണം കഴിക്കാൻ കാത്തു നിൽക്കുകയാണ് വിക്രം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു വിക്രത്തോട്. ഒരു പണിയെടുക്കാതെ 3 നേരം വെട്ടി വിഴുങ്ങാനായിട്ട് നിങ്ങൾ കൃത്യമായി എത്തുന്നുണ്ടല്ലോ, അതിലെ നിങ്ങൾക്ക് ഒരു നാണക്കേടും തോന്നില്ലേ എന്ന് ചോദിച്ചു. ഡി, എനിക്ക് കഴിയുന്നത് പോലെ കാശ് ഞാൻ കൊടുക്കുന്നുണ്ട്, അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് അച്ഛൻ വാങ്ങുന്നില്ലല്ലോ, അതെന്റെ ഊറ്റമാണോ? ഗുണ്ടാപ്പണി നടത്തി കിട്ടുന്ന ചോരക്കറയുള്ള കാശ് വാങ്ങാൻ ആ പാവ മാഷിന്റെ മനസ്സ് സമ്മതിക്കാത്തത് കൊണ്ടല്ലേ? അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കഷ്ടം. അല്ല, അച്ഛനും മകനും ജനിച്ചപ്പോഴേ ഇങ്ങനെയായിരുന്നില്ലല്ലോ, ആണോ? പറ. ആ, ഞാൻ കേട്ടത് നിങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു എന്നാണല്ലോ. നീ എന്തിനാടി ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നത്? ദേ, നീ തൽക്കാലത്തേക്ക് വന്ന ഗസ്റ്റ് മാത്രമാണ്, അതാദ്യം നീ മനസ്സിലാക്ക്. വീട്ടിലുള്ളവരൊക്കെ ഗസ്റ്റിനെ താലി കെട്ടിയാണോ കൂട്ടിക്കൊണ്ടിരിക്കുക വിക്രം? എന്തേ തല തിരിച്ചത് കാണുന്നില്ലേ എന്ന് ചോദിച്ചു. താലി എടുത്തിങ്ങനെ കാണിക്കാണ്. സൂക്ഷിച്ചു നോക്ക്. ഓ, ഞാൻ എന്തിനാ നോക്കുന്നത്, നീ തന്നെ അങ്ങ് സൂക്ഷിച്ചാ മതി. നന്ദിനി അടുത്തി റെഡി ആയോ എന്ന് ചോദിച്ചു. അപ്പൊ നന്ദിനി ഫോണിലാണ്, പിന്നെയും വിളിച്ചുകൊണ്ട് വർത്താനം ഒഴിക്കുക. നന്ദിനി അടുത്തി ആയില്ലേ? അപ്പൊ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട്, എടാ ഞാൻ ഫോണിലാ, ആ തട്ടീന്നെടുത്ത് കഴിച്ചോ? ആ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളവിടെ പറഞ്ഞു നിർത്തിയത്. അപ്പൊ വിക്രം നേരെ കിച്ചണിലേക്ക് പോവാണ് കേട്ടോ. കിച്ചണിലേക്ക് പോകുമ്പോൾ എന്തോ ഒരു കരിഞ്ഞ മണം എന്ന് പറഞ്ഞ് വേദയും ചെന്നു. ആ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞ് വേദ സ്റ്റൗ പെട്ടെന്ന് ഓഫ് ചെയ്തു. അടിപൊളി, ചപ്പാത്തി ഞാൻ ചുട്ടു തരട്ടെ എന്ന് കഴിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, നീ തന്നെ അങ്ങ് വെട്ടി വിഴുങ്ങിക്കോ എന്ന് പറഞ്ഞ് വിക്രം അങ്ങ് പോയി. അപ്പൊ നന്ദിനിക്ക് അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു മണം, എന്താ ഒരു കരിഞ്ഞ മണം. എടി, ഞാൻ അങ്ങോട്ട് വിളിക്കാമേ എന്ന് പറഞ്ഞ് വേഗം ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് നന്ദിനി നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോ എന്താ അവിടെ ഒരു കരിഞ്ഞ മണം പോലെ, എന്താ പോകുന്നത്? ഏട്ടത്തിയുടെ ചപ്പാത്തി പാകമായി എന്നറിയിച്ചതാ, മുരിങ്ങയ്ക്ക കറി കൂട്ടി ഏട്ടത്തി തന്നെ കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വേദ അങ്ങ് പോയി. കരിഞ്ഞ നല്ല ആട പോലെ അപ്പം പോലെ പുറ്റായിട്ട് ഇങ്ങനെ ഇരിക്കാണ് കേട്ടോ. ഷോ, ഇനി എന്ത് ചെയ്യും? ആകെ നാണക്കേടായി നന്ദിനിക്ക്. വലിയ ജാടയിട്ട് ഉണ്ടാക്കാൻ പോയതാണ്, പണിയും പാളി. ഷോ, പിന്നെ കാണുന്നത് നമ്മുടെ അയ്യപ്പനെയാണ്. അയ്യപ്പൻ 8 കാലിലെത്തിയിരിക്കുകയാണ്. അപ്പൊ വണ്ടി അവിടെ കിടക്കുകയാണ്. ആ, ഇവളിവിടെ ഉണ്ടായിരുന്നോ? മോളെ എടി രാധേ എന്ന് വിളിച്ചോണ്ടാണ് വരവ്. അപ്പൊ മാലതി അവിടെ നിപ്പുണ്ട് കേട്ടാ. ഡി, അവളെ ഇങ്ങോട്ട് വിളിക്കടി എന്ന് പറഞ്ഞു. രാധയെ വിളിക്കാനാ പറഞ്ഞത്. സാധാരണ കലിപ്പാവുമ്പോഴാണല്ലോ വരാറ്, ഇന്നെന്താ നേരത്തെ ബോധം പോയോ? അല്ല മനുഷ്യ, ഇത്രത്തോളം അകത്താക്കാൻ നിങ്ങൾക്കിത് എവിടുന്നാ മനുഷ്യ കിട്ടുന്നത്? മനുഷ്യന്മാര് കൂടി നിർത്തണമെന്ന് കരുതിയിട്ട് സർക്കാർ വില കൂട്ടിന്ന് പത്രത്തിൽ കണ്ടു. പക്ഷേങ്കില് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നതിൽ മാത്രം ഒരു കുറവില്ല. അയ്യപ്പനെ സ്നേഹിക്കുന്നൊരു പുറത്തുണ്ടടി. നിനക്ക് അയ്യപ്പനെ വിലയില്ലാത്തത്. അയ്യപ്പൻ വെറുതെ ചെന്ന് നിന്നാ മതി. അയ്യപ്പേട്ടാന്ന് പറഞ്ഞ വിളിച്ചു കൂട്ടിക്കൊണ്ടു പോടാ. ആളുകൾ ഇങ്ങനെ ക്യൂ നിക്കാം. അയ്യോ, എന്നാ പിന്നെ ആൾക്കാരോട് ഇങ്ങോട്ട് വരാൻ പറ, ഞാനൊന്ന് കാണട്ടെ. എന്നിട്ട് നിനക്ക് ചൂലും കെട്ടെടുത്ത് തല്ലാനല്ലേ? അത് പൂതി മനസ്സിലിരിക്കട്ടെ. എന്റെ രാധേ മോളെ എന്ന് വിളിച്ചു. അപ്പൊ രാധ അങ്ങോട്ടേക്ക് വന്നു. എന്താ അച്ഛാ എന്ന് ചോദിച്ചു. മോളെ, ഈ അച്ഛന് നിന്നെ ഓർത്താടി ഏറ്റവും സങ്കടം. ഒരു നിരന്ന് നിൽക്കുന്ന ഒരു മോളെ ഓർത്ത് ഒരച്ഛന് സങ്കടം ഇല്ലാണ്ടിരിക്കുവോ? അച്ഛന്റെ വിഷമം കൊണ്ടാ മോളെ അച്ഛൻ കുടിക്കുന്നത്. ഒന്ന് പിടിച്ച് അകത്ത് കയറ്റിയിരുത്താം. എന്തിന്? ഒരു കുട താഴെ കൂടെ ഒഴുക്കിടി, എന്നിട്ടകത്ത് കൊണ്ട് കിടത്ത്. നീ പോടി, നിനക്കല്ലെങ്കിലും എന്നെ കുളിപ്പിച്ച് കിടത്താൻ ആഗ്രഹം. അതെ, നിങ്ങളിങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അത് തന്നെയാ. അമ്മയെ ആൾക്കാർ കേൾക്കട്ടെടി, എല്ലാരും കേൾക്കട്ടെ. ഇങ്ങനെ കാണുന്നതിലും വലുതൊന്നും അല്ലല്ലോ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് മാലതി അപ്പുറത്തേക്ക് പോയി. അപ്പൊ അച്ഛനോട് ഇരുന്നിട്ട്, മോളെ നീ കാര്യം മനസ്സിലാക്കിക്കോ, അച്ഛൻ ഇന്ന് ഫിറ്റാ, നന്നായിട്ട് പൂരെ ഫിറ്റാ. പക്ഷെ അത് സങ്കടം കൊണ്ടല്ല കേട്ടോ, സന്തോഷം കൊണ്ടാ. മോക്കറിയോ, എന്റെ മകളുടെ കാര്യത്തില് ഒരു തീരുമാനമായതുകൊണ്ടുള്ള സന്തോഷമാ. അച്ഛൻ എന്താ പറയണത്? അച്ഛനൊന്നും പറയില്ല, ആദ്യം കാണിച്ചു തരും, അതൊരു സർപ്രൈസാ. നാളെ രാവിലെ നീ ഓട്ടത്തിനൊന്നും പോണ്ടാട്ടോ, നീ ഇവിടെ കാണണം, അച്ഛൻ മോക്ക് സർപ്രൈസ് തരാൻ പോണു എന്ന് പറഞ്ഞ് ആള് ബോധം കെട്ടതേ കിടക്കുന്നു. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് വിശ്വത്തിന്റെ അടുത്തേക്ക് കയ്യിൽ കുറച്ച് ഇലയുടെയൊക്കെ ആയിട്ട് നമ്മുടെ ശ്രീജ കയറി ചെല്ലുകയാണ്. ആള് പിടങ്ങിയ പോലെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആഹാ, വിശ്വേട്ടൻ ഇവിടെ ഇരിക്കായിരുന്നോ? ദാ ഇലയടാ,
ഓ എനിക്കൊന്നും വേണ്ടായേ എന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? ആ ഞാൻ രാവിലെ പറഞ്ഞത് ഓർത്തിട്ടാണോ? നല്ല മധുരമുണ്ട് ഏട്ടാ, വേണ്ട എന്ന് പറഞ്ഞു. അത് പിന്നെ വിശ്വേട്ടാ, ഞാൻ വിഷമായോ എന്ന് ചോദിച്ചു. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല. എനിക്കങ്ങനെ വിഷമൊന്നുമില്ല ശ്രീജെ. ഒരു കണക്കിന് നീ പറഞ്ഞത് ശരിയാ. ഞാൻ നോക്കേണ്ട പല കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടല്ല, എനിക്ക് പറ്റാഞ്ഞിട്ടല്ലേ ശ്രീജെ. അതാ എനിക്കുള്ളൊരു സമാധാനം. എല്ലാം തികഞ്ഞൊരു ജോലിയെ നമുക്ക് കിട്ടുമോ? നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാഞ്ഞിട്ടാണല്ലോ. നമ്മുടെ കല്യാണം കഴിയുന്ന കാലത്ത് സൊസൈറ്റിയുടെ കുറിയുടെ പിരിവില്ലായിരുന്നോ? അതിന്റെ ജോലി സ്ഥിരമാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ആ സെക്രട്ടറിയെ പിടിച്ച് തല്ലിയപ്പോഴല്ലേ ജോലി പോയത്. അത് പിന്നെ തല്ലു കൊടുക്കേണ്ട കാര്യമല്ലേ ശ്രീജെ? പിന്നെ യൂണിയനിൽ ചേർന്നിട്ടെന്താ? നീയല്ലേ ഒരാഴ്ച കഴിഞ്ഞപ്പോ നിർത്താൻ പറഞ്ഞത്? പിന്നെ മേല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങിയ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? എന്നെ കൊണ്ട് പറ്റുന്നതല്ലേ. ആ രാധ ഓട്ടോ പഠിപ്പിക്കാന്ന് പറഞ്ഞതല്ലേ, അത് ചെയ്യായിരുന്നല്ലോ. ഞാനോ? എതിരെ വരുന്ന വണ്ടി പേടിച്ച് എനിക്ക് ഓട്ടോയിൽ കയറാൻ തന്നെ പേടിയുള്ള ഞാനാ ഓട്ടോ ഓടിക്കുന്നത്. എന്നിട്ടും ഞാൻ തയ്യാറായി. പോകണ്ടെന്ന് നീയാ പറഞ്ഞത്. ആദ്യ ദിവസം തന്നെ ഏതെങ്കിലും ടിപ്പറിലിടിക്കുമെന്ന് പറഞ്ഞ ആളെ ഞാൻ എങ്ങനെയാ അതിലെ ധൈര്യത്തിൽ വിടുന്നത്? അതും എന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലേ ശ്രീജെ? നീ പറ, വേറെ ഞാൻ എന്തൊക്കെ ജോലിക്ക് ശ്രമിച്ചു എന്ന് ഞാൻ പറയണോ? അവസാനാണ് ആ ഗാർമെന്റ് ഫാക്ടറി പോയത്. അവിടെ ചെന്നപ്പോ പൊടി സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ശ്വാസം മുട്ടി വലിച്ചപ്പോ ഞാൻ തന്നെ പോണ്ടെന്ന് പറഞ്ഞത്. എന്താ പോരെ? അതാണെന്ന് എന്റെ മാത്രം കുറ്റമായിട്ട് നീ ചിത്രീകരിക്കാൻ ശ്രമിച്ചപ്പോ എനിക്കിച്ചിരി വിഷമം തോന്നി. വിശ്വേട്ടൻ പറഞ്ഞതാ ശരി. ചായക്കട തുടങ്ങി, കടം വരുത്തി വെച്ചപ്പോ അച്ഛൻ കട പൂട്ടിക്കോളാൻ പറഞ്ഞു. അത് വിശ്വേട്ടന്റെ തെറ്റല്ല. പിന്നെ വെളിച്ചെണ്ണ മില്ലില് കണക്കെഴുതാൻ പോയിട്ട് കൊപ്രയുടെ മണം പറ്റാതെ തിരിച്ചു വന്നത് വിശ്വേട്ടന്റെ കുഴപ്പം കൊണ്ടേയല്ല, കൊപ്രയുടെ മണം കൊണ്ടാണല്ലോ സംഭവിച്ചത്. വേറെ ഹൗസിലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ട് വിശ്വേട്ടൻ അറിയാതെ കള്ളന്മാര് മോഷണം നടത്തി. അത് വിശ്വേട്ടന്റെ വീഴ്ചയല്ല, അത് ഞാൻ ഉറങ്ങിപ്പോയോണ്ടല്ലേ. അത്താ പറഞ്ഞത്. വിശ്വേട്ടന് രണ്ട് കാര്യമേ ഇഷ്ടമുള്ളൂ. അച്ഛൻ പറയുന്നത് പോലെ ഊണും ഉറക്കവും മാത്രം. അതെ, വേദ ബയോഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ജോലി ശരിയായി പോകാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞേക്കണം. ആ കുട്ടിയെ നാണം കെടുത്തരുത്. ശ്രീജെ, എന്റെ കഴിവിനും പ്രാപ്തിക്കും പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോവും, ഒരു സംശയമില്ല. അപ്പൊ ഇലയുടെയായിട്ട് പോവാൻ തുടങ്ങിയപ്പോ, അല്ല നീ ഇതെങ്ങോട്ട് കൊണ്ടുപോവാ? ഈ ഇലയുടെ തിരിച്ചു കൊണ്ടുവയ്ക്കാൻ? അത് വേണ്ട, അത് ഞാൻ നിനക്ക് വിശ്വണ്ണല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. ആലോചിച്ചപ്പോ മധുര ഉറക്കത്തിന് നല്ലതാ, നീ തന്നേരെ എന്ന് പറഞ്ഞു. എന്നാ നിനക്ക് വേണ്ടേ? വേണ്ട, കഴിച്ചോ എന്ന് പറഞ്ഞു ശ്രീജ. പിന്നെ കാണുന്നത് അയ്യപ്പനെയാണ്. അയ്യപ്പ കുറെ നേരമായിട്ട് തീരെ പാര നടക്കുക. ആരെയും നോക്കണത് എന്ന് ചോദിക്കാണ് മാലതി വന്ന്. ആ അതൊക്കെയുണ്ട്, അത് വരുമ്പോ നീ കണ്ടാ മതി. അപ്പൊ രാധ പോവാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ. ദാ മോളെ, ചായ കുടിച്ചിട്ട് പോ. മോളെ, നിന്നോട് ഞാൻ ഇന്ന് വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞതല്ലേ? നിങ്ങൾ കള്ളും കുടിച്ച് വെളിവില്ലാതെ പറയുന്നത് കേട്ട ജോലിക്ക് പോണ്ടേ? വീട്ടിൽ അടുപ്പ് പുകയുന്നത് അവള് ജോലിക്ക് പോകുന്ന കൊണ്ടാ. ഓ, നീ ഒന്ന് മിണ്ടാതിരി എന്റെ മാലതി. മോളെ, അച്ഛൻ മോളെ ഇത്തിരി ഓവറായിരുന്നു. എന്നാ നിങ്ങൾ ഓവർ അല്ലാത്തത്? പക്ഷേ പറഞ്ഞു ഒരു വാക്കും അച്ഛൻ മറന്നിട്ടില്ല. നിനക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഒരു സർപ്രൈസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ, അതിപ്പോ തന്നെ വരും. മോൾ ഇച്ചിരി നേരം ഒന്ന് കാത്തു നിൽക്ക്. അച്ഛൻ ഇത് എന്താ പറ്റിയത്? രാവിലെ തന്നെ കഴിച്ചൂലേ എന്ന് ചോദിച്ചു. അത് പിന്നെ പുറത്തു പോയി കഴിച്ചതല്ല, ദേ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലത്തെ എന്റെ ഹാങ് ഓവർ മാറ്റാൻ ഒരിത്തിരിയോളം മാത്രം. ഈ വീട് പിന്നെ കള്ളിന്റെ റിസർവ് ബാങ്ക് ആണല്ലോ. എവിടെ നിന്നൊക്കെയാ പൊങ്ങി വരുവാന്ന് ആർക്കറിയാം? പത്തായത്തിന്ന്, അലമാരിന്ന്, ഫ്ലഷ് ടാങ്കിൽ നിന്ന്, ഇന്നാളെ ഒരു ദിവസം ഗുരുവായൂരപ്പന്റെ ഫോട്ടോടെ പുറകിന്ന്. അതെ, മിണ്ടാതിരിക്ക നീ. വരാൻ പോകുന്നവര് കേക്കണ്ട. ഇത്രയും വലിയ മജിസ്ട്രേറ്റ് ഏതാണാവോ നിങ്ങളെ കാണാൻ വരുന്നത്? അച്ഛാ, എന്താ സംഭവം? എന്താ കാര്യം എന്ന് പറഞ്ഞേ. മോളെ, നീ ഇനി ഇങ്ങനെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രായം തികഞ്ഞ പെമ്മക്കളുള്ള എല്ലാ അച്ഛന്മാരുടെയും മനസ്സ് ഉള്ളിലെ തീയ്. അത് നിനക്കറിയില്ല മോളെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിനക്ക് ഈ വീടിനും ചേർന്ന ഒരാളെ അച്ഛൻ കണ്ടെത്തി തരും. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അതെ മോളെ, മോക്ക് വേണ്ടിയിട്ട് ദൈവം തീരുമാനിച്ചതായത്. ഓ, എന്താ വേണമെന്നറിയാതെ അച്ഛൻ ആകെ സങ്കടപ്പെട്ടിരുന്ന സമയത്താ ഒരു ദേവദൂതനെ പോലെ അയാള് അച്ഛന്റെ മുന്നിലേക്ക് വന്നത്. അപ്പം നടന്ന കാര്യങ്ങളൊക്കെ അയ്യപ്പൻ ഇങ്ങനെ പറയാണ് കേട്ടോ.
അപ്പം അയ്യപ്പന് കള്ള് വാങ്ങിച്ചു കൊടുത്ത മറ്റവനുണ്ടല്ലോ, ജൂണിയുടെ ശിങ്കിടി, അവനെയാണ് ഈ അയ്യപ്പൻ വലിയ സംഭവമായിട്ട് ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. അവനങ്ങോട്ടേക്ക് വരികയാണ്. നീ പറ മോനെ, നിനക്ക് എന്താ പറയാനുള്ളത്? എന്നാണേലും അയ്യപ്പൻ കേൾക്കും എന്നൊക്കെ അയ്യപ്പൻ പറയുന്നുണ്ട്. അപ്പം അമ്മാരുടെ കൂടെ ഉണ്ടായിരുന്നവന്മാർ രണ്ടുപേരും ദേ അങ്ങോട്ടേക്ക് ചെല്ലാം കേട്ടോ. ദേ ഇവരൊക്കെ എൻ്റെ ചങ്ങാതിമാരാ എന്ന് പറഞ്ഞു. രണ്ടുപേരങ്ങ് ചെന്നപ്പത്തേനും ഡാ നീ പറഞ്ഞോടാ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ അവൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അഭിച്ച പറഞ്ഞോ? ഇല്ലെന്നേ. അതെ, അയ്യപ്പേട്ടനൊന്ന് ഉഷാറായിട്ട് പറയാന്ന് കരുതി. നീ പറ മോനെ. അയ്യപ്പേട്ടാ, എനിക്ക് ഇവിടെ വെച്ച് പറയാമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അയ്യപ്പേട്ടനോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ പറയാ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയോട് ഇഷ്ടമാണ്. അത് അയ്യപ്പേട്ടനോടല്ലാതെ പിന്നെ ആരോടാ പറയാ? എന്നോടോ എന്ന് ചോദിച്ചു. ആ പെൺകുട്ടീനെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. ആ പെൺകുട്ടിയെ മാത്രല്ല കേട്ടോ, ആ കുടുംബം മുഴുവൻ പിന്നെ എൻ്റേതായിരിക്കും. അവര് പിന്നെ ഒരല്ലലും അറിയില്ല. അച്ഛനെയും അമ്മയും പിന്നെ ആ പെൺകുട്ടിയും ഒക്കെ ഞാൻ തന്നെ നോക്കും. അവർക്ക് വേണ്ട ആഹാരം, കുടിക്കാനുള്ളത് മദ്യമാണെങ്കിൽ മദ്യം, അതെന്ത് വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞു. നീ നല്ലവനാടാ, നല്ലവൻ എന്നും നമ്മുടെ അയ്യപ്പൻ പറയാണ്. അപ്പം വേഗം തന്നെ അതിനിപ്പോൾ ഞാൻ എന്താ മോനെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അയ്യപ്പേട്ട മറ്റാരുമല്ല, അയ്യപ്പേട്ടൻ്റെ മോളെ കുറിച്ചുള്ള സങ്കടമൊക്കെ എനിക്കറിയാം. ആ വിക്രമൻ മോളെ ചതിച്ചതും എനിക്കറിയാം. അവൻ പറഞ്ഞു പറ്റിച്ചിട്ട് ആ ജഡ്ജിന്റെ മോളെ വിവാഹം കഴിച്ചു അല്ലേ? എന്റെ മോള് പാവം, അവൾ ഇപ്പോഴും അവനെ വിശ്വസിച്ചായിരിക്കുന്നത്. ആ ചതിയനാ എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചതാ അവനാ. അയ്യപ്പേട്ടന് ശരിക്കും ഞാൻ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഡീലാക്കോ. അയ്യപ്പേട്ടന് സമ്മതാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് രാധയെ പെണ്ണ് കണ്ടോളാം. എന്തു പറയുന്നു? സമ്മതല്ലേ മോനെ? എനിക്ക് പൂർണ്ണ സമ്മതം. നീ അന്തസ്സുള്ളവനാ. എന്നോട് നേരിട്ട് ചോദിക്കാനുള്ള മാന്യത നീ കാണിച്ചു. അതാണ് ഒരച്ഛന്റെ സ്ഥാനം എന്താണെന്ന് നീ മനസ്സിലാക്കി തന്നു. അത് മതി. നിന്റെ പേരെന്താന്നാ പറഞ്ഞത്? അഭിലാഷ് എന്ന് പറഞ്ഞു. അച്ഛൻ എന്താ വിളിക്കേണ്ടത്? അഭിലാഷ് എന്ന്. ഓക്കെ, എന്നാ മോനൊരു കാര്യം ചെയ്യാ, എന്റെ അഭിലാഷ് പോലെ തന്നെ നടക്കും. നാളെ എന്റെ മോള് നിന്നെ കാണാനായിട്ട് ഒരുങ്ങി നിന്നിരിക്കും. എന്താ പോരെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അയ്യപ്പൻ വീട്ടിൽ ചെല്ലുന്നത്. അപ്പൊ ഇവന്മാര് കണക്ക് കൂട്ടി തന്നെയാ. കല്യാണക്കാര്യം നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചു രാധ. പിന്നെ മക്കളെ കെട്ടിച്ചു വിടുന്ന കാര്യം ആരാടി തീരുമാനിക്കുക? ഇപ്പൊ അമ്മയും അച്ഛന്റെ പക്ഷത്തായല്ലേ? നിന്റെ അച്ഛനും ഞാനും തമ്മില് പല പ്രശ്നം ഉണ്ടാവും. പക്ഷെ നിന്റെ കല്യാണക്കാര്യത്തില് ഞങ്ങളൊട്ട കെട്ടാ. അയ്യപ്പേട്ട ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചോ? ഒരു സംശയം വേണ്ട, ഒന്നാന്തര തങ്കപ്പെട്ട സ്വഭാവമാ. അതവൻ വരുമ്പോ മനസ്സിലാവും. മോളെ രാധേ, എല്ലാത്തിനും ഓരോ യോഗവും കാലമുണ്ട്. നിനക്ക് വിധിച്ചത് ചിലപ്പോ അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? അയ്യോ മോളെ പോവല്ലേ. അപ്പോഴേക്കും ദേ ഓട്ടോറിക്ഷ വന്നു. അവന്മാര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് വരികയാണ്. ഇവനെ കണ്ട് ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ് രാധ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തം വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.